ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഇൻഫോമാർട്ട് മീഡിയ. ഇന്നത്തെ വീഡിയോ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടാണ്. കേരളത്തിൽ അങ്ങിങ്ങായി കണ്ടുവരുന്ന സസ്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമ്പൂവിൽ തുടങ്ങി കാഞ്ഞിരത്തിൽ അവസാനിക്കുന്നത് പോലെ 12 തരം ഔഷധ സസ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ലോകപ്രസിദ്ധമായ സുഗന്ധദ്രവ്യങ്ങളിൽ ഒന്നാണ് ഗ്രാമ്പൂ. ഗ്രാമ്പൂവിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും അതിൻ്റേതായ ഔഷധ ഗുണങ്ങളുണ്ട്. ഉണങ്ങിയ മൊട്ടിൽ നിന്നും രൂക്ഷഗന്ധമുള്ള തൈലം ഉണ്ടാക്കാൻ സാധിക്കും. ഈ തൈലം പെർഫ്യൂം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പൂമൊട്ട്, ഇല, വേര് എന്നിവയിൽ എണ്ണയുടെ അംശമുണ്ട്. പ്രോട്ടീൻ, കൊഴുപ്പ്, അന്നജം, അയഡിൻ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് എന്നിവ വ്യത്യസ്ത അളവിൽ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ദഹനശക്തി വർദ്ധിപ്പിക്കാൻ ഗ്രാമ്പൂവിന് സാധിക്കും. വായ്നാറ്റം, പല്ലുവേദന എന്നിവയ്ക്ക് ഇതിൻ്റെ തൈലം മികച്ചതാണ്. ഛർദി, ചുമ, ശ്വാസതടസ്സം എന്നിവയ്ക്കും ഗ്രാമ്പൂ നല്ലതാണ്. ഇല പൊഴിയും വനങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ധാരാളമായി കണ്ടുവരുന്ന ഒരു വൃക്ഷമാണ് തേക്ക്. ഈട്, ഉറപ്പ്, ഭംഗി, ഭാരം എന്നിവയെല്ലാം ഒത്തിണങ്ങിയ പ്രകൃതി വിഭവമാണ് തേക്ക്. ഔഷധങ്ങൾക്കായി തേക്കിനെ ഉപയോഗിക്കാറുണ്ട്. ഈ മരത്തിൻ്റെ തൊലിക്കും കാതലിനും വേരിനും ഔഷധ ഗുണമുണ്ട്. കുഷ്ഠം ശമിപ്പിക്കാൻ ഇവയുടെ ഔഷധ ഗുണത്തിന് കഴിവുണ്ട്. ഒരു തേക്ക് മരത്തിൻ്റെ വളർച്ച പൂർത്തിയാവാൻ 60 വർഷമെങ്കിലും വേണം. സാധാരണയായി 10 വർഷം കഴിയുമ്പോൾ തേക്ക് പൂത്തു തുടങ്ങും. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തിച്ച വൃക്ഷമായതിനാൽ കശുമാവിന് കേരളത്തിൽ പറങ്കിമാവ് എന്നുകൂടി പേരുണ്ട്. സസ്യശാസ്ത്ര രംഗത്തെ ഒരു അപൂർവ പ്രതിഭാസമാണ് കശുമാവിൻ്റെ ഫലം. പഴത്തിന് പുറത്ത് വിത്തുണ്ടാകുന്നു എന്നതാണ് ഈ സവിശേഷത. കശുവണ്ടിയുടെ തോടിലെ പശയിൽ അണുനാശക വസ്തുക്കൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കശുമാങ്ങയിൽ പഞ്ചസാര ധാരാളമുണ്ട്. നാരങ്ങ, ഓറഞ്ച് എന്നിവയിലുള്ളതിനേക്കാൾ 5 ഇരട്ടി വിറ്റാമിൻ സി കശുമാങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുലവണങ്ങൾ, ജലം എന്നിവയുമുണ്ട്. ഇവയുടെ നീരിൽ നിന്നും ആൽക്കഹോളും വിനാഗിരിയും ഉൽപ്പാദിപ്പിക്കുന്നു. ജാം, അച്ചാറുകൾ, സിറപ്പ് എന്നിവ ഉണ്ടാക്കാനും കശുമാങ്ങ ഉപയോഗിക്കുന്നുണ്ട്. പ്രോട്ടീൻ്റെ കലവറയാണ് കശുവണ്ടിപ്പരിപ്പ്. ദിവസേന 2-3 അണ്ടിപ്പരിപ്പ് പതിവായി കഴിക്കുന്നത് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കശുവണ്ടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണ കീടനാശിനിയായി ഉപയോഗിക്കാറുണ്ട്. ആയുർവേദത്തിൽ ഏതാണ്ട് 99% ഔഷധങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു വൃക്ഷമാണ് കടുക്ക. ത്രിഫല എന്നറിയപ്പെടുന്ന ഔഷധങ്ങളിലെ ഒരു ഘടകം കൂടിയാണിത്. കടുക്കയുടെ തോടാണ് പ്രധാനമായും ഔഷധത്തിനായി ഉപയോഗിക്കുന്നത്. ഇലയും ഔഷധത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഉപ്പ് ഒഴിച്ചുള്ള 5 രസങ്ങളും കടുക്കയിലുണ്ട്. ഇത് ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കും. പ്രമേഹം, ചുമ, ജ്വരം, ആസ്മ, കുഷ്ഠം, വാതം, ഛർദി, അർശസ്, വയറുകടി, അരുചി, വയറുവീർപ്പ്, ഒച്ചയടപ്പ് എന്നീ രോഗങ്ങൾക്കെതിരെയുള്ള മികച്ച ഔഷധമായി കടുക്ക ഉപയോഗിക്കുന്നു. ത്രിഫലാദി കഷായം, ത്രിഫലാദി ചൂർണം, ത്രിഫലാദി ഘൃതം, ധാന്വന്തരം ഗുളിക, ധാന്വന്തരം ചൂർണം, നരസിംഹ ചൂർണം, അഭയാരിഷ്ടം, ബ്രഹ്മരസായനം, ചുരുവിലാദി കഷായം എന്നിവയിൽ കടുക്ക ഒരു ചേരുവയാണ്. പ്രസിദ്ധമായ ഒരു ഔഷധ സസ്യമാണ് ജാതി. മലാക്ക ദ്വീപുകളാണ് ജാതിയുടെ ജന്മദേശമെന്ന് കരുതുന്നു. എന്നാൽ BC 1-ാം ശതകം മുതലേ ജാതി ഭാരതത്തിന് സുലഭമായിരുന്നു. ജാതിയെ മുഖ്യമായി പ്രയോജനപ്പെടുത്തുന്നത് ഔഷധത്തിന് വേണ്ടിയാണ്. ഇതിൻ്റെ വിത്തും ജാതിപത്രികയുമാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഉദരസംബന്ധമായ പല രോഗങ്ങളെ ശമിപ്പിക്കാനും അതിസാരം, തലവേദന, വയറുവേദന, സന്ധിവാതം, ദഹനക്കുറവ്, കണ്ഠരോഗം, ഛർദി എന്നീ രോഗങ്ങൾക്കുള്ള ഔഷധമായും ഇത് ഉപയോഗിക്കുന്നു. ജാതി ഫലാദീയ ചൂർണം ജാതിക്ക മുഖ്യമായി ചേരുന്ന ഒരു ഔഷധമാണ്. ഔഷധം എന്നതിനു പുറമെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനും ജാതി ഉപയോഗപ്പെടുത്താറുണ്ട്. ജാതിയുടെ ഇളം കായ് അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. വിളഞ്ഞ പുറംതോട് ജാം, ചമ്മന്തി, ജെല്ലി എന്നിവ ഉണ്ടാക്കാൻ വേണ്ടിയും ഉപയോഗിച്ചു വരുന്നു. കേരളത്തിലെ മിക്കവാറും നദീതീരങ്ങളിൽ നന്നായി വളരുന്ന ചെടിയാണ് പൂക്കൈത. പുരാണ ഗ്രന്ഥങ്ങളിൽ പോലും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കൈതയുടെ പൂവും വേരും നാട്ടുവൈദ്യന്മാർ പണ്ടു മുതലേ ഉപയോഗിച്ചിരുന്നു. ഇവയ്ക്ക് ചർമ്മരോഗങ്ങളെ ശമിപ്പിക്കാൻ കഴിവുണ്ട്. ഫലത്തിൽ നിന്നെടുക്കുന്ന എണ്ണ ശീതളവും തലച്ചോറിനെ ബലപ്പെടുത്തുന്നതുമാണെന്ന് യുനാനി വൈദ്യം പറയുന്നു. കൈതവേര് മുഖ്യ ചേരുവയായി വരുന്ന കേതക്യാദി തൈലം അസ്ഥിവാതം ശമിപ്പിക്കും. ഏതാണ്ട് കൈതച്ചക്കയുടെ പോലുള്ള ഇതിൻ്റെ ഫലം ഭക്ഷ്യയോഗ്യമല്ല.
പൂക്കൈതയുടെ ഇലയിലെ മുള്ള് കളഞ്ഞ ശേഷം സംസ്കരിച്ചെടുത്ത് തലപ്പായും കുട്ടയും മറ്റും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം കാണപ്പെടുന്ന ഔഷധ സസ്യമാണ് ആര്യവേപ്പ്. വേപ്പിൻ്റെ ജന്മദേശം ഇന്ത്യയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കഠിനമായ തണുപ്പ് ഇവയ്ക്ക് പിടിക്കില്ല. അതിനാൽ ധാരാളം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് വേപ്പ് വളരാറില്ല. വേപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും തീക്ഷ്ണമായ കയ്പുരസമുള്ളവയാണ്. വേപ്പെണ്ണ ശേഖരിക്കുന്നത് ഇതിൻ്റെ വിത്തിൽ നിന്നാണ്. വേപ്പിൻ്റെ മരപ്പട്ട, ഇല, എണ്ണ എന്നിവയാണ് ഔഷധത്തിന് ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ. വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം ഒന്നാന്തരം അണുനാശിനിയാണ്. ചർമ്മരോഗങ്ങൾ ശമിപ്പിക്കാൻ അത്യുത്തമമാണ് വേപ്പ്. പ്രമേഹം, ക്യാൻസർ, വിഷബാധ എന്നിവയ്ക്കുള്ള ചികിത്സയിലും ആര്യവേപ്പ് ഉപയോഗിക്കുന്നു. വേപ്പിൻ പിണ്ണാക്ക് മികച്ച ജൈവവളമാണ്. ആര്യവേപ്പിൽ നിന്നും കാറ്റ് കൊള്ളുന്നത് പോലും നല്ലതാണെന്ന് പറയപ്പെടുന്നു. മൈലാഞ്ചി നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ്. എന്നാൽ മൊഞ്ചിന് മാത്രമല്ല മരുന്നിനും ഉപയോഗിക്കുന്ന സസ്യമാണ് മൈലാഞ്ചി. മൈലാഞ്ചിയുടെ ഇല, പൂവ്, വിത്ത് എന്നിവയ്ക്ക് കഫപിത്ത രോഗങ്ങളെ ശമിപ്പിക്കാൻ കഴിവുണ്ട്. ശരീരത്തിലെ നീരില്ലാതാക്കാനും വേദന കുറയ്ക്കാനും ഇവ ഉപയോഗിക്കാറുണ്ട്. സൗന്ദര്യ സംരക്ഷണ രംഗത്താണ് മൈലാഞ്ചിക്ക് മിടുക്ക് കൂടുതൽ. മുടിക്ക് കറുപ്പ് നിറം നൽകുന്നതിനോടൊപ്പം മുടികൊഴിച്ചിൽ തടയാനും മൈലാഞ്ചി ഉപയോഗിക്കുന്നു. കുഴിനകം, വളംകടി എന്നിവയ്ക്ക് മൈലാഞ്ചി അരച്ച് കെട്ടിവെക്കുന്നത് നല്ലതാണ്. മൈലാഞ്ചി പതിവായി അരച്ച് തലയിൽ പുരട്ടുന്നത് നല്ല ഉറക്കം കിട്ടാനും ഉപകരിക്കും. ചെറുവൃക്ഷമായും കുറ്റിച്ചെടിയായും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മൈലാഞ്ചി വളരാറുണ്ട്. പണ്ടുകാലത്ത് പട്ടുതുണികളിൽ ചായം നൽകാനായും മൈലാഞ്ചി ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയിലുടനീളം കാണപ്പെടുന്ന ഒരു മരമാണ് കരിമ്പന. കടലാസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കരിമ്പനയുടെ ഓലയാണ് എഴുതാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. അതിനാൽ സംസ്കൃതത്തിൽ ലേഖ്യപത്രം എന്നും ഇതിന് പേരുണ്ട്. കരിമ്പനയുടെ വേര്, ഇല, പനങ്കരിക്ക് എന്നിവ ഔഷധ ഗുണമുള്ളവയാണ്. പിത്തവും വാതവും ശമിപ്പിക്കാനും ശരീരബലം വർദ്ധിപ്പിക്കാനും കരിമ്പനയുടെ ഫലം വളരെ നല്ലതാണ്. സ്വാദിഷ്ടമായ പനഞ്ചക്കര ഉണ്ടാക്കുന്നത് പനങ്കരിക്കിൽ നിന്നാണ്. കരിമ്പനയുടെ പൂങ്കുല കത്തിച്ചുണ്ടാക്കുന്ന ചാരം പിത്തം, വ്രണം എന്നിവ ശമിപ്പിക്കുന്നു. വാതവും പിത്തവും ശമിപ്പിക്കാൻ കരിമ്പനയുടെ വേരിനും കഴിവുണ്ട്. മൂത്രതടസ്സം മാറാനായി കരിമ്പനയുടെ പുതിയ പൂങ്കുലയോ കൂമ്പോ ഇടിച്ചു പിഴിഞ്ഞു കുടിക്കുന്നതും നല്ലതാണ്. പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിൽ സുലഭമായിരുന്ന ഫലവൃക്ഷമാണ് ഞാവൽ. പ്രമേഹത്തിനുള്ള ഒന്നാന്തരം ഔഷധമാണ് ഞാവൽ. ഞാവലിൻ്റെ തൊലി, ഇല, പഴം, വിത്ത് എന്നിവയ്ക്ക് ഔഷധ ഗുണങ്ങളുണ്ട്. ആയുർവേദം ഇതിനെ വിവിധ ഔഷധങ്ങൾക്കായി ഉപയോഗിക്കുന്നു. കഫപിത്ത രോഗങ്ങളെ ശമിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട്. മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും മുറിവുണക്കാനും ഞാവലിന് കഴിവുണ്ട്. ഞാവലിൻ്റെ സംസ്കൃത പേര് ജാംബവം എന്നാണ്. ജാംബുദിനി ദേവി ജാംബു നദിക്കരയിൽ ഈ വൃക്ഷച്ചുവട്ടിൽ വളരെ കാലം വാണിരുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. നീല കലർന്ന നിറമായതിനാൽ ഞാവൽപ്പഴം മഹാനീല എന്നും നീലഫല എന്നും അറിയപ്പെടുന്നു. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ഈ ചൊല്ല് കേൾക്കാത്തവരാരും ഉണ്ടാകില്ല നമ്മുടെ നാട്ടിൽ. മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും മധുരിക്കുക മാത്രമല്ല മരുന്നുപോലെ ഉപകരിക്കുകയും ചെയ്യും. ആയുർവേദ ഘടകത്തിലെ ത്രിഫല എന്ന ഔഷധക്കൂട്ടിലെ പ്രധാന ഘടകമാണ് നെല്ലിക്ക. ഒട്ടനവധി ആയുർവേദ മരുന്നുകളിൽ നെല്ലിക്ക പ്രധാന ഘടകമാണ്. വേവിച്ചും ഉണക്കിയും ഉപ്പിലിട്ടുമൊക്കെയാണ് നെല്ലിക്ക ഉപയോഗിക്കുന്നത്. നെല്ലിക്കയുടെ തൊലി, വേര് എന്നിവ മികച്ച ഔഷധ സ്രോതസ്സുകളാണ്. നെല്ലിക്കയിൽ വൈറ്റമിൻ സി, ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ധാരാളമുണ്ട്. ത്രിദോഷങ്ങളെയും ഇല്ലാതാക്കാൻ കഴിവുള്ള നെല്ലിക്ക വാതം, പിത്തം, പ്രമേഹം, കുഷ്ഠം എന്നിവയ്ക്കും ഔഷധമാണ്. പണ്ടുമുതൽക്കേ കയ്പിന് പേരുകേട്ട വൃക്ഷമാണ് കാഞ്ഞിരത്തിൻ്റേത്. കുരുവിന് മാത്രമല്ല കാഞ്ഞിരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും കയ്പുരസമാണ്. കേരളത്തിലെ പേരുകേട്ട ഈ ഔഷധവൃക്ഷം ആയുർവേദത്തിലും അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഒരുപോലെ ഉപയോഗിച്ചു വരുന്നു. വിഷദ്രുമ എന്നാണ് കാഞ്ഞിരത്തിൻ്റെ സംസ്കൃതത്തിലെ പേര്. വിഷസ്വഭാവമുള്ളത് എന്നാണ് ഇതിനർത്ഥം വരുന്നത്. കാഞ്ഞിരവിത്തിനകത്തെ പരിപ്പാണ് ഔഷധമായി ഉപയോഗിക്കുന്നതിൽ പ്രധാന ഭാഗം. ഇതുകൂടാതെ വേര്, ഇല, പട്ട എന്നിവയും ഔഷധയോഗ്യമാണ്. കാഞ്ഞിരത്തിൻ്റെ കുരുവിൽ നിന്നും വിഷം നീക്കി ശുദ്ധി ചെയ്താണ് മരുന്നിനായി ഉപയോഗിക്കുന്നത്. ദഹനശക്തി വർദ്ധിപ്പിക്കാനും കഫപിത്ത രോഗങ്ങളെ ശമിപ്പിക്കാനും കാഞ്ഞിരവിത്തിന് കഴിവുണ്ട്. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾ കൂട്ടാനും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും സന്ധികളിലും മറ്റുമുള്ള നീർക്കെട്ടും വേദനയും ശമിപ്പിക്കാനും ഇവയ്ക്ക് ശേഷിയുണ്ട്. കാലപ്പഴക്കമുള്ള സന്ധിവാതത്തിന് കാഞ്ഞിരം മുഖ്യ ഔഷധമായി ഉപയോഗിക്കുന്നു. പുതുതായിട്ട് ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.